ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ വിഷ്ണുയോഗയുടെ 25ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. വിഷ്ണുയോഗയിൽ കൂടി നമ്മളിപ്പോൾ പ്രപഞ്ചത്തിന്റെ ധർമ്മമായ ഈശ്വരന്റെ ധർമ്മമായ സനാതന ധർമ്മത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. സനാതന ധർമ്മത്തിലെ 18 പ്രപഞ്ച തത്വങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ യുഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും സനാതന ധർമ്മം അനുസരിച്ചാണ്. സനാതന ധർമ്മത്തിലെ യുഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പ്രപഞ്ചത്തിന്റെ കാലാവധി തീരുമാനിക്കുന്നത്. ഈ യുഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് 4 യുഗങ്ങളെക്കുറിച്ചാണ്. യുഗങ്ങളെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. സത്യം, ത്രേത, ദ്വാപരം, കലി. ഇങ്ങനെ ഈ 4 ചേരുമ്പോൾ ഒരു ചതുർയുഗമായി. ഇങ്ങനെ 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ പ്രപഞ്ചം ഒരു തവണ ജനിക്കുന്നു. 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ പ്രപഞ്ചം ഒരു തവണ മരിക്കുന്നു. ഇന്ന് നമുക്ക് ഈ യുഗങ്ങളുടെ കാലാവധി പഠിക്കാം. പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്ത് യുഗങ്ങൾ അസെൻഡിങ് ഓർഡറിലാണ് ഇരിക്കുന്നത്, ആരോഹണ ക്രമത്തിൽ. അതായത് സത്യയുഗം 1200 വർഷം, ത്രേതായുഗം 2400 വർഷം, ദ്വാപരയുഗം 3600 വർഷം, കലിയുഗം 4800 വർഷം. ഇനി പ്രപഞ്ചം മരിക്കുന്ന സമയത്ത് നേരെ തിരിയും. സത്യയുഗം 4800 വർഷം, ത്രേതായുഗം 3600 വർഷം, ദ്വാപരയുഗം 2400 വർഷം, കലിയുഗം 1200 വർഷം. മൊത്തം ഒരു ചതുർയുഗം എന്ന് പറയുന്നത് 12000 വർഷങ്ങളാണ് വരുന്നത്. അപ്പം ഇങ്ങനെ 1000 ചതുർയുഗങ്ങൾ പറയുമ്പോൾ 1,20,00,000 വർഷങ്ങൾ വരും. അത് ഭൂമിയിലെ കണക്കാണ്. അപ്പം പ്രപഞ്ചത്തിന്റെ കണക്ക് വരുമ്പോൾ ഇത് മാറും. എങ്ങനെയായാലും 2000 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ പ്രപഞ്ചം ഒരു തവണ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഇത് അനാദി മധ്യാന്തമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ജനനവും മരണത്തിന് ആദിയുമില്ല, അന്തവും. ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 26ാമത്തെ പാഠമാണ്. വിഷ്ണുയോഗയിൽ കൂടി നമ്മൾ സനാതന ധർമ്മത്തിലെ യുഗങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യുഗങ്ങൾ 4ആണ്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളെ ചേർത്ത് ഒരു ചതുർയുഗം എന്ന് പറയുന്നു. പ്രപഞ്ചത്തിലെ ജനനവും മരണവും യുഗങ്ങളെ ആസ്പദമാക്കിയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. പ്രപഞ്ചം ഒരു തവണ ജനിക്കാൻ 1000 ചതുർയുഗങ്ങൾ, പ്രപഞ്ചം ഒരു തവണ മരിക്കാൻ 1000 ചതുർയുഗങ്ങൾ. അങ്ങനെ 2000 ചതുർയുഗങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്രപഞ്ചം ഒരു തവണ ജനിച്ച് മരിക്കുന്നു. പ്രപഞ്ചം എത്ര തവണ ജനിച്ച് മരിച്ചത് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം അത് അനാദി മധ്യാന്തമാണ്. അതിന് ആദിയുമില്ല, അന്തവുമില്ല, മധ്യവുമില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രപഞ്ചനാഥനായ നാരായണന്റെ അവതാരങ്ങളെ കുറിച്ചാണ്. ഭഗവാൻ മൊത്തത്തിൽ 24 സാത്വിക അവതാരങ്ങളാണ് എടുത്തിരിക്കുന്നത്. സത്യയുഗത്തിൽ ഭഗവാന് 18 അവതാരങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഓരോ അവതാരങ്ങൾ വരുമ്പോഴും ഭൂമിയിൽ പ്രളയം ഉണ്ടാവുകയും യുഗങ്ങളുടെ അടയാളങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. ത്രേതായുഗത്തിൽ ഭഗവാൻ 2 അവതാരങ്ങളാണ് എടുത്തിരിക്കുന്നത്: ശ്രീരാമനും പരശുരാമനും. ദ്വാപരയുഗത്തിൽ 2 അവതാരങ്ങൾ എടുത്തു: ശ്രീകൃഷ്ണനും ബലഭദ്രരാമനും. ഓരോ യുഗങ്ങൾ കഴിയുന്തോറും ഭൂമിയിൽ പ്രളയം ഉണ്ടാകുന്നത് പതിവാണ്. ഇത് കലിയുഗമാണ്. കലിയുഗത്തിന്റെ അവസാനം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കൽക്കിയുടെ അവതാരം നടന്നു കഴിഞ്ഞിരിക്കുന്നു. കലിയുഗത്തിൽ ഭഗവാൻ 2 അവതാരമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് യേശുക്രിസ്തുവാണ്, ഒന്ന് കൽക്കിയാണ്. പ്രപഞ്ചത്തിന്റെ നാശമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭഗവാൻ വന്നിരിക്കുന്നത് അധർമ്മികളെ നിഗ്രഹിക്കാനും അതുപോലെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനുമാണ്. നമുക്കിനിയും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം ഭക്തി അല്ലാതെ മറ്റൊന്നുമില്ല. ലോകമഹായുദ്ധവും മഹാമാരികളും പ്രളയങ്ങളും